സുഗമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ദേവിക കെവിന് വിളിക്കുന്ന സമയത്ത് ഈ അരുന്ധതിക്ക് ദേവികയും കെവിനെയും ഭയങ്കര സംശയമാവുന്നുണ്ട്. എന്നിട്ട് അരുന്ധതി കെവിനോട് ചോദിക്കുന്നുണ്ട്, ദേവിക എന്തിനാ നിന്നെ വിളിക്കണേ? ഇനി നീയും ദേവികയും ചേർന്നുള്ള പ്ലാനിലാണോ ഋഷിയെ കാണാത്തതെന്ന് ചോദിക്കുമ്പം, ഇല്ല ആൻറ്റി, എനിക്കൊന്നും അറിയില്ല. ദേവിക ഞാനുമായിട്ട് കുറേ കാലമായി സംസാരിക്കാറില്ലായിരുന്നു, ഇപ്പോഴാണ് വിളിച്ചേക്കണേ. എന്തിനാ വിളിച്ചതെന്നും എനിക്കറിയില്ല. പിന്നെ നീ എന്താ ഒന്നും മിണ്ടാതിരുന്നേന്ന് ചോദിക്കുമ്പം, അതാ ആൻറ്റി, ദേവിക വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ആകെ ഷോക്കായിപ്പോയി, അതുകൊണ്ടാണ് പിന്നീട് ഞാനൊന്നും സംസാരിക്കാതെ ഇരുന്നത്. ഇനി ദേവിക സത്യങ്ങളും വല്ലതും മനസ്സിലാക്കിയോ എന്നുള്ള പേടി എനിക്കെന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട്, അതെങ്ങനെ ദേവികയ്ക്ക് മനസ്സിലാവാനാ? നീയും ഇസബെല്ലയും ചേർന്ന് ചതിക്കുക എന്നുള്ള കാര്യം ദേവികയ്ക്ക് മനസ്സിലായിരുന്നെങ്കിൽ ദേവിക ഇതുപോലെയൊന്നും ആയിരിക്കില്ല പ്രതികരിക്കുക. അവൾ പോലീസിനെ സമീപിച്ചേനെ, നിങ്ങളെ രണ്ടുപേരെ അകത്താക്കിയേനെ എന്ന് പറയുമ്പം ഈ കെവിൻ പറയുന്നുണ്ട്, എന്തായാലും ഞാനൊന്ന് ദേവികയെ പോയി കണ്ടിട്ട് വരാം. ആ സമയത്ത് അരുന്ധതി ആണെങ്കിൽ ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ ഈ കെവിനോട് പറയുന്നുണ്ട്, നീ അവിടെ ചെന്നിട്ട് ദേവിക എന്ത് പറഞ്ഞാലും അതങ്ങനെ തന്നെ എന്നെ അറിയിക്കണം. നിങ്ങൾ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാനാണ് തീരുമാനിച്ചേക്കണമെങ്കിൽ അതൊന്നും നടക്കാനും പോകുന്നില്ല എന്ന്. അങ്ങനെ അരുന്ധതിയോട് യാത്ര പറഞ്ഞ് കെവിനാണെങ്കിൽ ദേവികയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. ഇതേ സമയം ശാരികയും ദേവികയും കൂടെ കൂടി എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സമയത്ത് അങ്ങോട്ടേക്ക് രാധിക വന്നതും വേഗം തന്നെ ഒരു സംസാരം നിർത്തുമ്പോൾ രാധിക ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഇവിടെ പ്ലാൻ ചെയ്യണമെന്ന് ചോദിക്കുമ്പം, അതൊക്കെയുണ്ട് അമ്മ തൽക്കാലം സമാധാനമായിട്ടിരിക്കുക. ഇപ്പം തന്നെ ഒരാളും കൂടെ വരും, ഞങ്ങൾ അയാളെ കൈകാര്യം ചെയ്തോളാം, അമ്മ അതിൻ്റെ ഇടയിൽ അഭിപ്രായമൊന്നും പറയാൻ വരരുത് കേട്ടോ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഭാർഗവീനെയും പ്രഭാവതിനെയാണ്. ഭാർഗവി ആണെങ്കിൽ പ്രഭാവതിയോട് പറയുന്നുണ്ട്, പ്രഭകുഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് വീട്ടിലേക്ക് പോരെ, ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കണേ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം, അത് ഭാർഗവി പറഞ്ഞത് നേരെ, പക്ഷെ എൻ്റെ മകൻ വരാതെ എനിക്ക് എങ്ങോട്ട് പോകാൻ പറ്റില്ല ഭാർഗവി. നന്ദകുഞ്ഞ് നീ എന്ന് വരുമെന്ന് കരുതിയ പ്രഭകുഞ്ഞ്, എന്തായാലും നന്ദകുഞ്ഞ് വരുമ്പോൾ വരട്ടെ, പ്രഭകുഞ്ഞ് വീട്ടിലോട്ട് പോരെ, ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പം ചിന്തകൾ കൂടും, അങ്ങനെ പ്രഭകുഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയുള്ളൂ. വീട്ടിലാണെങ്കിൽ ഞാനും ഗൗരിയൊക്കെ ഉണ്ടല്ലോ. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, കാര്യം ശരിയാ ഭാർഗവി, പക്ഷേ എനിക്ക് ഇവിടുന്ന് എങ്ങോട്ടും പോകാൻ തോന്നണില്ല, എൻ്റെ മോനെ കാണാതെ ഞാൻ എങ്ങോട്ട് പോകാനാ ഭാർഗവി, അവൻ വരട്ടെ, അവൻ വന്നതിന് ശേഷം ഞാൻ ഭാർഗവിയുടെ വീട്ടിലേക്ക് വരാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഗിരീഷിൻ്റെ വീടാണ്. രാവിലെ രജനിയും ഗിരീഷിൻ്റെ അമ്മ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പ്രകാശ് മേനോൻ ഒരു കവറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഈ പ്രകാശ് മേനോനെ കണ്ടതും ഗിരീഷിൻ്റെ അമ്മയാണെങ്കിൽ അപ്പം ഇവൻ പോയില്ലായിരുന്നോ, പരോള് കഴിഞ്ഞ് തിരികെ പോകുമെന്ന് പറഞ്ഞാൽ അവന് അന്ന് ഇവിടുന്ന് പോയത്, എന്നിട്ട് ഇവൻ ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇറങ്ങി വന്നിട്ട്, നീ ഇതുവരെ പോയില്ലേ പ്രകാശ് എന്ന് ചോദിക്കുമ്പം, ഇല്ല അപ്പച്ചി ഞാൻ പോയില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഗിരീഷിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, അപ്പം നീ അന്ന് ഇവിടെ വന്നപ്പോൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, അടുത്ത ദിവസം തന്നെ പരോള് കഴിഞ്ഞ് ജയിലിലേക്ക് തിരിച്ചു പോകും, അതിനു മുമ്പ് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാന്നൊക്കെയാണല്ലോ പറഞ്ഞ്, പിന്നെ നീ പോകാതെ എന്താണെന്ന് ചോദിക്കുമ്പം ഈ പ്രകാശ് മേനോൻ പറയുന്നുണ്ട്, കുറച്ച് ദിവസവും കൂടിയും പരോള അനുവദിച്ചിട്ടുണ്ട് അപ്പച്ചി, അതുകൊണ്ടാണ് ഞാൻ പോകാത്ത. ഇപ്പം നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പം, എനിക്കൊരു കടം ബാക്കിയുണ്ട്, അത് തീർക്കാനായിട്ടാണ് ഞാൻ വന്നതെന്ന് പറയണം. അന്നേരം ഈ ഗിരിയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്ത് കട നിനക്ക് ഞങ്ങളുമായിട്ട് ബാക്കിയുള്ളത്? അങ്ങനെ ഒരു കട ഉള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ലല്ലോ എന്ന് പറയുമ്പം, അപ്പച്ചിക്ക് ഓർമ്മയുണ്ടാവില്ല, പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട്, എന്തായാലും ഞാനിത് തരാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞ് ആ കവറ് ഈ ഗിരിയുടെ അമ്മയുടെ നേരെ നീട്ടുമ്പം നമ്മളുടെ രജനി അങ്ങോട്ട് വരുന്നുണ്ട്. ഗിരിയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, ഇതെന്താന്ന് ചോദിക്കുമ്പം, അത് അപ്പച്ചി ആദ്യം മേടിക്കുക, കുറച്ച് സാധനങ്ങളാന്ന് പറയണു. ഇങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ഗിരീഷ് അങ്ങോട്ട് വരുന്നുണ്ട്. ഗിരീഷാണെങ്കിൽ ഈ പ്രകാശിനെ കണ്ടതും വണ്ടി നിർത്തിയിട്ട്, നീ എന്താടാ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, അത് ഗിരിയേട്ടാ, ഞാൻ പരോള് കഴിഞ്ഞ് പോണതിന് മുമ്പ് ഇവിടെ വന്ന് അപ്പച്ചിക്കും രജനിയടുത്തേക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വന്നതാ, എനിക്ക് കുറച്ച് കടം നിങ്ങളുമായിട്ട് ബാക്കിയുണ്ടായിരുന്നു, അതും കൂടെ തീർക്കാനാണ് ഞാനിപ്പോൾ വന്നതെന്ന് പറയുമ്പോൾ ഗിരീഷ് പറയുന്നുണ്ട്, കടം തീർക്കാനായിട്ടൊന്നും നീ ഇങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇനി ഇങ്ങോട്ട് വരരുതെന്ന്, പിന്നെ നീ എന്ത് ധൈര്യത്തിലേ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പം ഈ പ്രകാശ് മേനോനാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അഭിനയം തന്നെയാണ് കാഴ്ചവെക്കണത്. പ്രകാശ് മേനോൻ പറയുന്നുണ്ട്, അത് അപ്പച്ചി ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് ഞാനിങ്ങോട്ട് വന്നത്, അല്ലാതെ ഗിരിയേട്ടനെ കാണാനൊന്നുമില്ല, പിന്നെ എനിക്ക് രജനിയെടുത്തേയും കാണണമായിരുന്നു, എന്തായാലും ഞാൻ വന്ന സ്ഥിതിക്ക് ഈ സമ്മാനം നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് ഞാൻ പോകുകയെന്ന്. അങ്ങനെ ഗിരീഷിൻ്റെ കയ്യിലേക്ക് ആ കവർ കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഗിരീഷൻ പറയുന്നുണ്ട്, ഇതൊന്നും ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ല, നീ കൊണ്ടുവന്നതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുപോയിക്കുക, അതാ നിനക്ക് നല്ലതെന്ന് പറയുമ്പോൾ ഈ ഗിരീഷിനോട് പറയുന്നുണ്ട്, ഗിരീഷേട്ടന് എന്നോട് ഇതുവരെയും ദേഷ്യം മാറിയിട്ടില്ല അല്ലേ, എന്തായാലും എൻ്റെ മനസ്സിൽ നിങ്ങളോട് ആരോടും എനിക്കൊരു ദേഷ്യമില്ല, നിങ്ങൾക്ക് ഇത് തന്നിട്ട് പോകാൻ വേണ്ടി തന്നെ ഞാൻ വന്നേ. അങ്ങനെ ഈ പ്രകാശ് മേനോനാണ് ഈ ഗിരിയുടെ അമ്മയുടെ കയ്യിലോട്ട് അത് കൊടുക്കുമ്പോൾ ഗിരീഷൻ പറയുന്നുണ്ട്, അമ്മേ അത് വാങ്ങണ്ട, അവനക്ക് എന്നെ തിരിച്ചു കൊടുത്തേരെന്ന് പറയുമ്പം, എന്താ മോനെ ഇത്, അവൻ സന്തോഷത്തോടു കൂടി വാങ്ങി കൊണ്ടുവന്ന് തന്നതല്ലേ, അത് നമ്മൾ നിരസിക്കണേ എങ്ങനെയാണ്, എന്തായാലും അവൻ ജയിലിലേക്ക് തിരിച്ചു പോകുമല്ലേ എന്ന്. ആ സമയത്ത് രജനിയും പറയുന്നുണ്ട്, ശരിയാ ഗിരി, അവൻ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് വാങ്ങിക്കൊണ്ടുവന്ന് തന്നതല്ലേ, പിന്നെ അത് നിരസിക്കണ ശരിയല്ലല്ലോ, എന്തായാലും അവൻ പരോള് കഴിഞ്ഞ് പോകുമല്ലേ എന്ന്.
സമയത്ത് ഗിരീഷിനാണെങ്കിൽ പ്രകാശിനെ ഒട്ടും വിശ്വാസമായിട്ടില്ല. ഗിരീശൻ പറയുന്നുണ്ട് ഇതെല്ലാം ഇവൻ്റെ നാടകം, ഇവൻ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് അവൻ ഇവിടെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കണം, എന്തായാലും നിൻ്റെ ഒരു പ്ലാനും നടക്കാൻ പോണില്ലടാ. അന്നേരം പ്രകാശ് മേനോൻ പറയുന്നുണ്ട് ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഗിരിയേട്ടാ. ആ സമയത്താണ് രജനി പറയുന്നത് കഴിഞ്ഞ ദിവസം അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു പ്രകാശ് അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു എന്ന്, മീരയെ കൊന്നത് അരുന്ധതി മേഡാന്ന് പറഞ്ഞു. അന്നേരം ഗിരി പറയുന്നുണ്ട് എന്നിട്ട് രജനി ഇതുവരെയും എന്നോട് ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പം ഞാനത് വിട്ടുപോയതാ ഗിരി, ഇപ്പോൾ പ്രകാശിനെ കണ്ടപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. സമയത്ത് പ്രകാശ് മേനോൻ പറയുന്നുണ്ട് കേട്ടില്ലേ, ഏടത്തിയുടെ അമ്മ വരെ ഞാൻ പറഞ്ഞത് വിശ്വസിച്ചു, പക്ഷേ ഗിരിയേട്ടനും ഏടത്തിയൊന്നും ഞാൻ പറഞ്ഞത് വിശ്വസിച്ചില്ല. മീരയെ കൊന്നത് ഞാനല്ല ഗിരിയേട്ട, ഇനിയെങ്കിലും ഗിരിയേട്ടനെ എന്നെ വിശ്വസിക്കണം. എനിക്കിപ്പോൾ നുണ പറയേണ്ട ഒരു കാര്യമില്ലല്ലോ, മീരയുടെ കൊലപാതകത്തിൻ്റെ ശിക്ഷ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇനിയിപ്പോൾ ഞാൻ നുണ പറഞ്ഞ് വേറെ ആളാന്ന് പറഞ്ഞാലും എൻ്റെ ശിക്ഷ മാറണമെന്നില്ലല്ലോ എന്ന് പറയുമ്പം ഗിരി പറയുന്നുണ്ട് നീ എന്തൊക്കെ പറഞ്ഞാലും നീ പറയണതൊന്നും വിശ്വസിക്കാൻ എന്നെ കിട്ടൂലെന്ന്. അങ്ങനെ ഈ പ്രകാശ് മേനോനാണെങ്കിൽ ആ കവറ് ഈ രജനിയുടെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. രജനി ആ കവർ മേടിച്ച് തുറന്നു നോക്കുന്ന സമയത്ത് ഗിരീഷ് പറയുന്നുണ്ട് രജനി നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ആ കവർ നീ പ്രകാശിന് തിരിച്ചു കൊടുക്കാൻ പറയുമ്പോൾ രജനി പറയുന്നുണ്ട് ഇല്ല ഗിരി, പ്രകാശ് സന്തോഷത്തോടു കൂടി വാങ്ങിക്കൊണ്ടേ തന്നതല്ലേ, ഞാനിത് തിരിച്ചു കൊടുക്കണില്ല എന്ന് പറയുമ്പം പ്രകാശ് മേനോൻ പറയുന്നുണ്ട് ഏടത്തിക്ക് എന്നോട് സ്നേഹമുണ്ട്, ഒന്നുമില്ലെങ്കിലും ഏടത്തി ഒരു അമ്മയാവാൻ പോകുമല്ലേ, അതുകൊണ്ട് ഏടത്തിക്കും കുഞ്ഞിനുള്ള സമ്മാനങ്ങളെല്ലാം അതിലുണ്ട്, അത് ഏടത്തി തന്നെ വെച്ചോ ഏടത്തി എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശ് മേനോൻ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനയാണ്. നന്ദനാണെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷനിലാണ്. ഞാൻ കേക്ക് മുറിച്ച് ബർത്ത്ഡേ ആഘോഷിച്ചതൊക്കെ അമ്മയൊക്കെ കണ്ടു കാണോ, അതറിയാനൊരു വഴിയില്ലല്ലോ, എന്തായാലും അമ്മയും ദേവിയും എല്ലാവരും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമെന്നാണല്ലോ പ്രകാശ് പറഞ്ഞത്, അത് നേരായിരിക്കുമോ, ഇനി അവൻ എന്നെ പറ്റിക്കണയാണോ അതോ ഇനി അവൻ വേറെ എന്തെങ്കിലും ലക്ഷ്യം കണ്ടുകൊണ്ടാണോ എന്നെ ഇവിടെ കൊടുന്ന് താമസിപ്പിച്ചേക്കണേന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ഈ ഗുണ്ടകളിൽ ഒരാൾ വന്നിട്ട് സാറിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടേന്ന് ചോദിക്കുമ്പം എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ വീട്ടിലോട്ട് എത്തിയാൽ മതി എന്ന് പറയണം. അന്നേരം അയാൾ പറയുന്നുണ്ട് എന്തായാലും സാറ് തീരുമാനിക്കുമ്പോഴേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ, പ്രകാശ് സാറ് വന്നതിന് ശേഷം എന്താ വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം, തൽക്കാലം സാറ് ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞതും നന്ദനാണെങ്കിൽ ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞ് വാശിയോടുകൂടി ഇരിക്കുന്നുണ്ട്. അന്നേരം ഗുണ്ടകൾ പറയുന്നുണ്ട് ഇന്ന് സാറിൻ്റെ പിറന്നാൾ ദിനമായിട്ട് സാറ് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മോശമല്ലേ, പ്രകാശ് സാറ് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വഴക്ക് പറയും, അതുകൊണ്ട് സാർ എന്തായാലും ഭക്ഷണം കഴിക്കണമെന്നും പറഞ്ഞ് ഈ നന്ദനെ നിർബന്ധിച്ചതും നന്ദൻ നിർബന്ധം സഹിക്കാൻ പറ്റാതെ അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ്. അരുന്ധതിയാണെങ്കിൽ കെവിനെ ദേവിക വിളിച്ചത് എന്തിനാവോ, ഇനിയിപ്പോൾ ദേവികയും കെവിനും ചേർന്ന് ഋഷിയെ എവിടെയെങ്കിലും മാറ്റി നിർത്തിയേക്കണയാണോ, എല്ലാവരെയും സംശയിക്കണം, ദേവിക അത്ര നിസ്സാരക്കാരിയൊന്നുമല്ല, ഇത്രയും നാളും ഞാൻ കരുതിയത് ദേവിക ഒരു പാവമാണ്, പക്ഷേ ദേവിക ഉദ്ദേശിച്ചതുപോലെയുള്ള ഒരാളൊന്നുമല്ല, എന്തായാലും കെവിൻ ദേവികയുടെ വീട്ടിൽ പോണ സമയം എപ്പോഴാണെന്ന് മനസ്സിലാക്കണം, അതുപോലെ തന്നെ കെവിനും ദേവികയും തമ്മിൽ അവിടെ എന്താ പ്ലാൻ ചെയ്യണതെന്ന് മനസ്സിലാക്കണം, അതിനിപ്പോൾ എന്താ ചെയ്യുക, CPനെ തന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അരുന്ധതിയാണ് ഈ ഫോണെടുത്ത് CPക്ക് വിളിക്കുന്നുണ്ട്. CP ഫോണെടുത്തതും എന്താ മേഡെന്ന് ചോദിക്കുമ്പം CP എനിക്ക് CPയെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞതും ഞാനിപ്പോൾ തന്നെ വരാൻ മേഡെന്നും പറഞ്ഞ് CP ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് CP ആണെങ്കിൽ അരുന്ധതിയുടെ വീട്ടിലേക്ക് വന്നതും അരുന്ധതിനോട് ചോദിക്കുന്നുണ്ട് എന്താ മേഡം എന്നെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞാൽ എന്തിനാന്ന് ചോദിക്കുമ്പം അത് വേറൊന്നുമല്ല CP, ഇന്ന് ഞാൻ ഋഷിയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കെവിൻ്റെ അടുത്ത് പോയിരുന്നു, ആ സമയത്ത് കെവിൻ്റെ ഫോണിലേക്ക് ദേവിക വിളിച്ചു, അതെന്തിനാ ദേവിക കെവിനെ വിളിക്കണേന്ന് CP ചോദിക്കുമ്പം അതാ എനിക്ക് മനസ്സിലാവാത്തത്, ഇനി ദേവികയും കെവിനും കൂടെ ചേർന്ന് ഋഷിയെ എവിടെയെങ്കിലും മാറ്റി നിർത്തിയേക്കണയാണോ എന്ന് ചോദിക്കുമ്പോൾ CP പറയുന്നുണ്ട് ഇല്ല മേഡം അതിനുള്ള സാധ്യതയില്ല, ദേവിക എന്തായാലും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല എന്ന് പറയുമ്പം ഈ അരുന്ധതി പറയുന്നുണ്ട് ദേവിക പ്രശ്നക്കാരിയൊന്നുമല്ല, പക്ഷേ കെവിൻ്റെ പ്ലാനാണെങ്കിലോ എന്ന് ചോദിക്കുമ്പം അത് നമുക്ക് സംശയിക്കണം മേഡം, ആ കെവിനും ഇസബല്ലയും അത്ര നല്ല ആളുകളൊന്നുമല്ല, അവർ നല്ല ക്രിമിനലുകളാണ്, അതുകൊണ്ടാണല്ലോ സ്വന്തം സുഹൃത്തിനെ ചതിച്ച് അവർ ഇത്രയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തതും ആ പ്ലാന്റിന് അനുമതി വാങ്ങിക്കൊടുത്ത് കോടികൾ അവരുണ്ടാക്കിയത്, അതുകൊണ്ട് മേഡം കെവിനെ ഇസബല്ലയെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുകയൊന്നും വേണ്ടാന്ന്. അന്നേരം അരുന്ധതി പറയുന്നുണ്ട് അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ഞാൻ ഋഷിയെ തേടി ചെന്ന സമയത്ത് ആ ദേവിക വിളിക്കണം കണ്ടത്, അപ്പം തന്നെ കെവിൻ്റെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടായിരുന്നു, ദേവിക വിളിച്ച് എന്തിനാന്ന് ചോദിച്ചപ്പം കെവിൻ അതിന് വ്യക്തമായ മറുപടി ഒന്നും പറഞ്ഞില്ല, ഒന്നും അറിയില്ല എന്നുള്ള രീതിയിലാണ് എന്നോട് ആക്ട് ചെയ്തത്, അതുമാത്രമല്ല അവൻ്റെ മുഖത്ത് നല്ല പരിഭ്രമം ഉണ്ടായിരുന്നു, എന്തായാലും കെവിനും ദേവികയും തമ്മിൽ സംസാരിക്കണത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം CP, അതിനെനിക്ക് CPയുടെ സഹായം ആവശ്യമാണെന്ന് പറയുമ്പം CP പറയുന്നുണ്ട് അതിനെന്താ മേഡം എന്താവശ്യപ്പെട്ടാലും അതെല്ലാം ഞാൻ നടത്തി തരും,
തൽക്കാലം മാഡം സമാധാനമായിട്ടിരിക്കുക. ദേവികയും കെവിനും തമ്മിൽ സംസാരിക്കുന്നത് എന്താണെന്ന് മാഡത്തിന് മനസ്സിലാവണം, അത്രയേ ഉള്ളൂ. അത് ഞാൻ ഏറ്റുന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ശാരികയാണെങ്കിൽ സാരിയൊക്കെ എടുത്ത് ഉടുക്കുന്നുണ്ട്. ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട്, ശാരി ഇന്ന് സാരിയാണോ ശാരി ഉടുക്കണേന്ന് ചോദിക്കുമ്പം പിന്നെ പെണ്ണ് കാണാനായിട്ട് ചെറുക്കൻ വരുമ്പോൾ സാരി ഉടുത്ത് സുന്ദരിയായി നിൽക്കേണ്ട ചേച്ചിയെന്ന് ചോദിക്കണം. ആ സമയത്ത് ദേവിക ഒരു കള്ളച്ചിരി ചിരിക്കുന്നുണ്ട്. ഇതേ സമയം ദേവികയുടെ ഫോണിലേക്ക് മുരളി വിളിക്കുന്നുണ്ട്. ദേവിക ഫോൺ എടുത്തതും മുരളിയേട്ടൻ പുറപ്പെട്ടു എന്ന് ചോദിക്കുമ്പം ഇല്ല ദേവിക, ഞാനിപ്പോൾ തന്നെ ഇറങ്ങാൻ പോകാമെന്ന് പറഞ്ഞതും മുരളിയേട്ടൻ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം. എന്താ ദേവിക ഇത്ര അത്യാവശ്യം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ ശാരികയുടെ ഒരു കല്യാണാലോചനയുടെ കാര്യം, പയ്യനിപ്പോൾ എത്തും, അതിനു മുമ്പ് മുരളിയേട്ടൻ ഇവിടെ എത്തണം. അങ്ങനെ ഞാനിപ്പോൾ തന്നെ ഇറങ്ങുമോ ദേവിക എന്നും പറഞ്ഞ് മുരളി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇതേ സമയം ശാരിക സാരിയൊക്കെ കൊടുത്ത് ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ദേവിക പറയുന്നുണ്ട്, ശാരി ഈ വേഷത്തിൽ നല്ല സുന്ദരിയായിട്ടുണ്ട്, എന്തായാലും പയ്യന് ശാരിയെ കാണുമ്പോൾ തന്നെ ഇഷ്ടമാവും എന്ന് പറഞ്ഞതും ശാരിക പറയുന്നുണ്ട്, ചേച്ചി എന്തൊക്കെയാണ് ചേച്ചി ഈ പറയണേ, പയ്യൻ എന്നെ നേരത്തെ തന്നെ ഇഷ്ടപ്പെട്ടതല്ലേ എന്ന്. ആ സമയത്താണ് നമ്മളുടെ മുരളി അങ്ങോട്ട് വരുന്നത്. മുരളി വന്നതും എന്താ ഈ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പം ഇവിടെ എല്ലാം റെഡിയാണ്, ഇനി പയ്യൻ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് കെവിൻ്റെ വണ്ടി അങ്ങോട്ട് വരുന്നത്. കെവിൻ്റെ വണ്ടി വന്ന് അവിടെ നിർത്തിയതും ഈ മുരളിയാണെങ്കിൽ പയ്യൻ വന്നു എന്ന് തോന്നണമല്ലോ എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പം ആ കാറിൽ നിന്നും ഇറങ്ങി വരുന്നത് കെവിനാണ്. കെവിനെ കണ്ടത് മുരളി പറയുന്നുണ്ട്, അത് പയ്യനല്ല, നന്ദൻ്റെ ആ സുഹൃത്തില്ലേ കെവിൻ, അവനാ വന്നേക്കണേ, അവൻ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേക്കണേ ദേവിക എന്ന് ചോദിച്ചതും ദേവിക പറയുന്നുണ്ട്, കെവിൻ തന്നെയാണ് മുരളിയേട്ടാ പയ്യൻ. അത് കേട്ടതും മുരളി ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ദേവിക ഈ പറയണത്, എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ വഴിയെ മനസ്സിലാക്കി തരാം. എന്തായാലും മുരളിയേട്ടനെ ഇറങ്ങി ചെന്ന് കെവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു. അങ്ങനെ മുരളി ഇറങ്ങി ചെന്ന് കെവിന് കൈ കൊടുത്ത് അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ അകത്ത് കൊണ്ടുവന്നതും ശാരിക ഇറങ്ങി വന്ന് കെവിന് കുടിക്കാൻ വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞതും ദേവിക പറയുന്നുണ്ട്, കെവിൻ എന്തായാലും ഇരിക്കുക, എനിക്ക് കെവിനോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയണം. അങ്ങനെ കെവിൻ ഭയത്തോടു കൂടി തന്നെയാണ് അവിടെ ഇരിക്കണേ. ഇനി എന്തെങ്കിലും ചതി ഇവർക്ക് മനസ്സിലായോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് രാധികയും മാധവനൊക്കെ വന്നിട്ട് കെവിനെ പരിചയപ്പെടുന്നുണ്ട്. പിന്നീട് മുരളിയും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ആ സമയം ദേവിക കെവിനോട് പറയുന്നുണ്ട്, എനിക്ക് കെവിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന്. അത് കേട്ടതും കെവിൻ നല്ല രീതിയിൽ തന്നെ പേടിക്കുന്നുണ്ട്. എന്നിട്ട് കെവിൻ പറയുന്നുണ്ട്, എന്താ ദേവിക എന്താണെങ്കിലും ചോദിച്ചോ എന്ന് പറയുമ്പം എന്ത് ധൈര്യത്തിലാണ് കെവിൻ ശാരികയെ പ്രേമിച്ചതും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എനിക്ക് ശാരികയെ കണ്ടു, അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി, അപ്പോൾ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നി, അവൾക്കും സമ്മതമാണെങ്കിൽ വിവാഹം കഴിക്കാൻ തന്നെ എൻ്റെ തീരുമാനം എന്ന്. അന്നേരം ദേവിക ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ശാരിനെയും ചതിക്കാനല്ലേ എന്ന് ചോദിക്കുന്നു. കെവിൻ ചോദിക്കുന്നുണ്ട്, എന്താ ദേവിക എന്താ ഇങ്ങനെ പറയണേന്ന് ചോദിക്കുമ്പം നിങ്ങളെയൊക്കെ ആത്മാർത്ഥമായി വിശ്വസിച്ച നന്ദുവിനെ നിങ്ങൾ ചതിച്ചു, അതുപോലെ തന്നെ എൻ്റെ അനുജത്തിയെ നിനക്ക് ചതിക്കാനാണോടാന്ന് ചോദിക്കുന്നു. അത് കേട്ടതും ഈ കെവിന് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങൾ എന്തൊക്കെയോ ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. വേഗം കെവിൻ പരിഭ്രമത്തോടുകൂടി എഴുന്നേറ്റതും മുരളിയാണെങ്കിൽ കെവിനോട് നീ ഇപ്പോൾ എങ്ങോട്ട് എണീറ്റ് പോകണേ അവിടെ ഇരിക്കണമെന്നും പറഞ്ഞ് ബലമായിട്ട് ആ കസേരയിൽ തന്നെ ഇരുത്തുന്ന ആ ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.